ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ 71ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്, ഇതൊരു തുടർച്ചയായ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് സ്വരസന്ധി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വരസന്ധിക്ക് 3 വിഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് ആ 3 വിഭാഗങ്ങൾ? ദീർഘസന്ധി, ഗുണസന്ധി, വൃദ്ധിസന്ധി. ഈ 3 പഠിച്ചു. ഇനി 4ാമത്തെ ഒരു വിഭാഗമാണ്, നോക്കിക്കോളൂ, 4ാമത്തതാണ് എൺ സന്ധി. എൺ സന്ധി അത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കോളൂ, ഈ ഊ ഋ, അതായത് ഹ്രസ്വമോ ദീർഘമോ ആയിട്ടുള്ള ഈ ഊ ഋ, ഇവ പരമായി ഇവ കഴിഞ്ഞ് ഏത് സ്വരം വന്നാലും ഇത് ഓരോന്നും എന്തായി മാറും എന്നതാണ് പഠിക്കേണ്ടത്. ആദ്യമായിട്ട് നോക്കൂ, ഈ പരമായി ഒരു സ്വരം വരികയാണെങ്കിൽ ഈ കഴിഞ്ഞിട്ട് ഒരു സ്വരം വന്നാൽ ആ ഈ എന്തായി മാറും? യ ആയി മാറും. അതുപോലെ ഊ കഴിഞ്ഞിട്ട് ഒരു സ്വരം വരികയാണെങ്കിൽ ഊ പരമായി ഒരു സ്വരം വന്നാൽ ഈ ഊ എന്തായി മാറും? വ് ആയി മാറും. അതുപോലെ ഋ പരമായി ഒരു സ്വരം വരികയാണെങ്കിൽ ഈ ഋ എന്തായി മാറും? ര് ആയി മാറും. ഇതാണ് എൺ സന്ധിക്കുള്ള പ്രത്യേകത. അപ്പൊ ഈ പരമായി സ്വരം വന്നാൽ യ, ഊ പരമായി സ്വരം വന്നാൽ വ, ഋ പരമായി സ്വരം വന്നാൽ ര്. അപ്പൊ ഈ ഊ ഇതൊക്കെ ഹ്രസ്വം ദീർഘമോ ആകാം. പിന്നെ ഈ ആണ് മാറുന്നത്, അല്ലാതെ അത് കഴിഞ്ഞു വരുന്ന ഇതല്ല. അതായത് ഈ ആണ് മാറുന്നത്, ഇവിടെ ഊ ആണ് മാറുന്നത്, ഇവിടെ ഋ ആണ് മാറുന്നത്. അതിനൊരു ഉദാഹരണം നോക്കാം. യതി പ്ലസ് അപി എന്നൊരു, യതി പ്ലസ് അപി. യതി എന്ന് പറഞ്ഞാൽ അത് യതിയിൽ എന്തുണ്ട്? യത് പ്ലസ് ഈ ആണ് യതി, അല്ലെ? യത് പ്ലസ് ഈ ആണ് എന്ത്? യതി, അല്ലേ? അപ്പൊ ഈ യത് കഴിഞ്ഞ ഈ വന്നില്ലേ? ഈ പരമായിട്ട് ഒരു സ്വരവും വന്നു. അപ്പം ഈ ഇവിടുത്തെ ഈ എന്തായി മാറണം? യ ആയി മാറണം. അതെങ്ങനെ നോക്കുക? യത് പ്ലസ് ഇവിടുത്തെ ഈ യ ആയി മാറും. പിന്നെ ഇത് തന്നെ അപി. അപ്പൊ യത്, ഇവിടെ യത് വന്നത് മനസ്സിലായില്ലേ? യത് പ്ലസ് ഈ ആണ് യതി. അതുകൊണ്ട് യത് എഴുതി. ആ ഈക്ക് പകരം ഈ എന്തായി മാറുമെന്ന് പറഞ്ഞു? യ ആയി മാറി. അപ്പൊ യത് യ പിന്നെ അബി ചേർത്ത് പറയുമ്പോൾ യദ്യപി, യദ്യപി, യദ്യപി. കണ്ടോ? ഇത് വേറെ രീതിയിൽ എഴുതാം. യത് ദാ ഉണ്ട്, ഇവിടെ ദായുടെ യദ്യപി ഇങ്ങനെ എഴുതാം. മനസ്സിലായില്ലേ? അപ്പൊ യദ്യപി മനസ്സിലായില്ലേ? യദ്യപി. അപ്പം ഈ പരമായിട്ട് സ്വരം വന്നു, അപ്പോൾ ആയി യ ആയി മാറി. ഇതാണ്. ഇനി അടുത്ത ബാക്കി ഉദാഹരണങ്ങൾ. ഈക്ക് ശേഷം ഹ്രസ്വമോ ദീർഘമായ ഈക്ക് ശേഷം ഏത് സ്വരം വന്നാലും ആ ഈ എന്തായി മാറുമെന്ന് പറഞ്ഞ് യ. അപ്പൊ അതിന്റെ ഉദാഹരണം ഒന്ന് ഞാൻ പറഞ്ഞു തന്നു. അടുത്ത് നോക്കിയോളൂ. യതി പ്ലസ് അഹം. അവിടെ ഇതുപോലെ തന്നെ യതി എന്ന് പറയുന്ന യത് പ്ലസ് ഈ ആണ്. അപ്പൊ അവിടെ ഈ ഇല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്വരം വന്നു. അപ്പൊ യതിന്നാണ് യത്. ആ ഈ അങ്ങ് കളഞ്ഞില്ല. ആ ഈക്ക് പകരം ആ ഈ എന്തായി മാറും എന്ന് പറഞ്ഞു? യ ആയി മാറും. എന്തുകൊണ്ട്? ഇത് പരമായിട്ട് എന്തിരിക്കുന്നു? ഒരു സ്വരം ഇരിക്കുന്നു. അപ്പം യ പ്ലസ് ബാക്കി ഇതെഴുതുക, അഹം. അപ്പൊ ചേർത്ത് പറയുമ്പോ എന്തായി? യദ്യഹം. നേരത്തെ കാണിച്ചതുപോലെ തന്നെ യദ്യഹം ഇങ്ങനെ എഴുതാം. യദ്യഹം, യദ്യഹം. അതുപോലെ ഹി പ്ലസ് ഏകേന, ഹി പ്ലസ് ഏകേന. ഹിയില് ഹ പ്ലസ് ഇ ആണ്, ഓൾറെഡി ഇ ഉണ്ട്. അപ്പൊ ഹ് എഴുതി. ഇനി ആ ഹിയിലെ ഈ എന്തായി മാറും എന്ന് പറഞ്ഞു? എന്തു ഇവിടെ എ വരുന്നത് കൊണ്ട് എന്തായി മാറും? യ ആയി മാറും. യ പ്ലസ് ഏകേന.
ഏകേന. ചേർത്ത് പറയുമ്പോ എന്തായി? ഹ്യേകേന, ഹ്യേകേന, ഹ്യേകേന. മനസ്സിലായില്ലേ? ഇവിടെ രണ്ട് എ വന്ന എങ്ങനെയാണ്? ഈ എ ആണ് ഇവിടുത്തെ എ പ്ലസ് ചേർത്ത് പറയുമ്പോ ഹേ ആയി. പിന്നെ ഹേന, ഹേകേന. ഇതാണ്. ഇനി അടുത്തത് ഇതി പ്ലസ് ആദി. ഇതിയിലും ഇത് പ്ലസ് ഇ ആണ് ഇതി. അപ്പൊ അവിടെ ഇ ഉണ്ട്. ഈ കഴിഞ്ഞിട്ട് എന്ത് വന്നു? ആ വന്നു. അപ്പം എന്താണ്? ആ ഇ എന്നുള്ളത് എ ആയി മാറും. നോക്കിക്കോളൂ. ഇത്, ഇത് പ്ലസ് ബാക്കിയുള്ള ഈ എന്തായി മാറും എന്ന് പറഞ്ഞു? എ ആയി മാറി. പ്ലസ് ആദി. അപ്പൊ ചേർത്ത് പറയുമ്പോൾ ഇത്യാദി, ഇത്യാദി എന്നാവും. മനസ്സിലായില്ലേ? അടുത്തത് പ്രതി പ്ലസ് ഉപകാര. പ്രതിയിലും ഈ ഉണ്ട്. പ്രത് പ്ലസ് ഇ ആണ് പ്രതി. അപ്പൊ അവിടെ ഈ ഉണ്ട്. ഈ കഴിഞ്ഞിട്ടൊരു വന്നു ഉപകാരഹയിൽ. അപ്പൊ ഈ എന്തായി? ഇതുപോലെ ആയി മാറും. അപ്പം പ്രത് പ്ലസ് ഇവിടുത്തെ ഈ ആയി മാറി. പ്ലസ് ഉപകാര, ഉപകാര ചേർത്ത് പറയുമ്പോൾ പ്രത്യുപകാര, പ്രത്യുപകാര. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ദീർഘമായിട്ടുള്ള ഈ ദേവി പ്ലസ് ഉപാസന. ദേവി പ്ലസ് ഉപാസന. ഇവിടെ ദേവി എന്നുള്ളതിൽ ദേവ് പ്ലസ് ഈ ആണ്. അപ്പൊ ദേവ് പ്ലസ് ഈ പ്ലസ് ഉപാസന, ഉപാസന. അപ്പൊ ചേർത്ത് പറയുമ്പോൾ ദേവ് പ്ലസ് ഇ പ്ലസ് ഉപാസന. ദേവി ഉപാസന, ദേവി ഉപാസന, ദേവി ഉപാസന. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഈകൾ. ഇനി അടുത്തത് ഉ. ഹ്രസ്വമോ ദീർഘമായ ഊക്ക് ശേഷം ഏതെങ്കിലും സ്വരം വരികയാണെങ്കിൽ അത് ഉ എന്തായി മാറും എന്ന് പറഞ്ഞു? വ് ആയി മാറും. അതൊരു ഉദാഹരണം നോക്കിക്കോളൂ. ലഘു പ്ലസ് ആഹാരഹ. ലഘു എന്ന് പറഞ്ഞത് ലഘ് പ്ലസ് ഉ ആണ്. ലഘ്, ലഘ്. അതായത് ലഘ് പ്ലസ് ഉ ആണ് എന്തായി? ലഘുവാണ്, ലഘുവാകുന്നത്. അപ്പൊ ഈ ഊ എന്തായി മാറും എന്ന് പറഞ്ഞു? വ് ആയി മാറും. എന്തുകൊണ്ട്? ഇവിടെ ഊക്ക് ശേഷം ഒരു സ്വരം വരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ലഘ്, ലഘ് പ്ലസ് ഉ വ് ആയി. അപ്പൊ വ് പ്ലസ് ആഹാരഹ, ആഹാരഹ ചേർത്ത് പറയുമ്പോൾ ലഘ് വ് ലഘ്വാഹാരഹ, ലഘ്വാഹാരഹ, ലഘ്വാഹാരഹ എന്നായി. മനസ്സിലായി? അതുപോലെ സു പ്ലസ് ആഗതം. സു, സ പ്ലസ് ഉ ആണ് സു. അപ്പൊ ഇവിടെ സ് കഴിഞ്ഞാൽ എന്തുണ്ട്? ഊ ഉണ്ടല്ലേ? ഊ ഇവിടെ ആയോണ്ട് ഊ എന്തായി മാറും? വ് ആയി. സ് പ്ലസ് വ് പ്ലസ് ആഗതം, ആഗതം. സ് പ്ലസ് വ് പ്ലസ് ആഗതം സ്വാഗതം, സ്വാഗതം എന്നായി. അതുപോലെ ഇനി അടുത്ത ദീർഘമായിട്ടുള്ള വധു, വധു. വധ് പ്ലസ് ഊ ആണ്. വധ് പ്ലസ് ഊ ആണ്. വധ് പ്ലസ് ഊ, വധ് പ്ലസ് ഊ ആണ് വധൂ. അപ്പം വധ് കഴിഞ്ഞാൽ ഊ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്വരം വന്നിരിക്കുന്നു. അപ്പോ ഈ ഊ എന്തായി മാറും? വ് ആയി മാറും. അപ്പോ വധു, വധ് പ്ലസ് വ് പ്ലസ് ഔ ചേർത്ത് പറയുമ്പോൾ വധ്വൗ, വധ്വൗ ആയി, വധ്വൗ ആയി. മനസ്സിലായില്ല? അപ്പൊ ഈയുടെയും ഊയുടെയും പഠിച്ചു. ഇനി
അപ്പൊ ഈയും ഊവും കഴിഞ്ഞു. ഇനി ഹ്രസ്വമോ ദീർഘമോ ആയിട്ടുള്ള പരമായി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്വരം വരികയാണെങ്കിൽ ആ എന്തായി മാറും? ര് ആയി മാറും. അതിന് ഉദാഹരണമാണ് അടുത്തത്. മാതൃ പ്ലസ് ആജ്ഞ. മാതൃ പ്ലസ് ആജ്ഞ. മാതൃ എന്നുള്ളതിന് ഏതുണ്ട്? മാതൃയില് മാത് പ്ലസ് ആണ്. എന്താ? മാതൃ. മാത് പ്ലസ് ആണ് മാതൃ. അപ്പൊ ഇവിടെ വന്നില്ലേ? എന്തായി മാറും? എന്തുകൊണ്ട്? കഴിഞ്ഞിട്ട് ഒരു സ്വരം വന്നിരിക്കുന്നു. അപ്പോ നോക്കൂ, മാത് പ്ലസ് ഇവിടെ ആയതുകൊണ്ട് ഇത് ആയി മാറി. പ്ലസ് ആജ്ഞ. അപ്പൊ എന്തായി മാറും? മാത്രാജ്ഞ. മാത്രാജ്ഞ. മനസ്സിലായില്ലേ? മാത്രാജ്ഞ. മാത്രാജ്ഞ. അടുത്തത് പിതൃ പ്ലസ് ആദേശ. അവിടെയും പിതൃ എന്നുള്ളത് പിത് പ്ലസ് ആണ്. ഇതുപോലെ മാതൃ പിത് പ്ലസ് അവിടെ കൊണ്ട് കഴിഞ്ഞിട്ട് എന്ത് വന്നു? ഒരു സ്വരം വന്നു. അപ്പൊ ആ എന്തായി മാറും? ആയി മാറും. അപ്പൊ പിത് പ്ലസ് പ്ലസ് ആദേശ. അപ്പൊ പിതൃ പ്ലസ് ആദേശ. പിത് പ്ലസ് പ്ലസ് ആദേശ പിത്രാദേശ. പിത്രാദേശ ആയി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ മൂന്നിന്റെ വന്നു. ഈ ഇതിന്റെ മൂന്നിന്റെയും വന്നിട്ടുണ്ട്. അപ്പോ എന്താണ് എൺസന്ധി എന്ന് പറഞ്ഞാൽ? ഹ്രസ്വമോ ദീർഘമോ ആയിട്ടുള്ള ഈ എന്നിവ പരമായി എന്നിവയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സ്വരം വരികയാണെങ്കിൽ ഈ എന്തായി മാറും? ഈ ആയി മാറും. ആയി മാറും. ആയി മാറും. അതാണ് എൺസന്ധിക്കുള്ള പ്രത്യേകത. അപ്പൊ നമുക്ക് നാലാമത്തെ വിഭാഗമാണ് എൺസന്ധി ഇനിയുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.